ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ ഫേവറേറ്റ് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുള്ള ലോ ബഡ്ജറ്റ് മൈക്രോഫോണായ ബോയ BY M1 ആണ് ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത്. ആമസോണിൽ നിന്ന് വളരെ സേഫായിട്ട് തന്നെ നല്ലൊരു പാക്കേജിങ്ങിൽ തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ട്. സ്മാർട്ട് ഫോണിലും ക്യാമറയിലും ലാപ്ടോപ്പിലും ടാബിലും ഒക്കെ കണക്ട് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. പുറകിലായിട്ട് ഫീച്ചേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്, പ്രൈസ് റേഞ്ചും കൊടുത്തിട്ടുണ്ട്, സൈഡിലായിട്ട് ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കമ്പനിയുടെ പാക്കേജിങ് പറയുകയാണെങ്കിലും വളരെ നല്ല രീതിയിലുള്ള ഒരു പാക്കേജിംഗ് ആണ്. വളരെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഒരു പാക്കേജിങ് തന്നെയാണ്. ഇനി നമുക്കിന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സൗണ്ട് ക്വാളിറ്റിയും നോയിസ് ക്യാൻസലേഷനും ഒക്കെ ചെക്ക് ചെയ്തിട്ട് അടുത്ത ദിവസം തന്നെ റിവ്യൂ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. നമ്മളിത് ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. 789 രൂപയ്ക്ക് ഇപ്പോൾ ആമസോണിൽ ഇത് അവൈലബിൾ ആണ്. പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നല്ലൊരു ബ്ലാക്ക് പൗച്ചിലായിട്ടാണ് കേട്ടോ നമ്മുടെ മൈക്രോഫോൺ വന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ യൂസർ മാനുവലൊക്കെയാണ് എന്ന് തോന്നുന്നു. കുറച്ച് പേപ്പറുകളുണ്ടായിരുന്നു. എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് പാക്കറ്റ് മാറ്റി വയ്ക്കാം. ആദ്യം തന്നെ അത് ഒന്ന് യൂസർ മാനുവലായിരുന്നു. അത് ചൈനീസിലും അതേപോലെ തന്നെ ഇംഗ്ലീഷിലും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 സ്റ്റിക്കറുകൾ കണ്ടു, ബോയുടേതായിട്ടുള്ള സ്റ്റിക്കറുകളുണ്ടായിരുന്നു. അതേപോലെ തന്നെ വാറണ്ടി കാർഡ് കണ്ടു. 2 പേജസ് ഉള്ള വാറണ്ടി കാർഡാണ് കേട്ടോ അതിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് പൗച്ചിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ ഇതാ എന്തായാലും പൗച്ച് നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല സൂപ്പർ ഫിനിഷിംഗ് ഉള്ള ഒരു പൗച്ച് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ മൈക്ക് നമ്മൾ പുറത്തോട്ടെടുത്തു. സിലിക്ക ജെല്ലും കൂടി ഒപ്പം വന്നിട്ടുണ്ട്. മൈക്ക് ഒന്ന് മാറ്റി വെച്ചിട്ട് പൗച്ചിൽ ബാക്കി എന്തൊക്കെയാണ് ഉള്ളതെന്നാണ് അതിന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിലേക്ക് നോക്കിയപ്പം വേറെ കുറച്ച് പാക്കറ്റ്സ് കൂടി കാണുന്നുണ്ട്. ഒരു വലിയൊരു പാക്കറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ മറ്റൊരു സ്റ്റിക്കർ കൂടി കണ്ടു. ഇനി ആ പാക്കറ്റിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. പാക്കറ്റിൽ കുറച്ചധികം സാധനങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. ഒരു ബാറ്ററി, അതേപോലെ തന്നെ ആ ഒരു വിൻഡ് ഷീൽഡില്ലേ, ഒരു സ്പോഞ്ച് ഉണ്ടായിരുന്നു, ഒരു അഡാപ്റ്റർ ഉണ്ടായിരുന്നു, അതേപോലെ ക്ലിപ്പ്, അതായത് നമ്മുടെ ക്ലോത്തിലൊക്കെ ക്ലിപ്പ് ചെയ്ത് വെക്കുന്നതിനൊരു ക്ലിപ്പ് ഉണ്ടായിരുന്നു. ഇനി നമുക്ക് മൈക്രോഫോൺ ഒന്ന് എടുത്ത് നോക്കാം. വളരെയധികം പോസിറ്റീവ് റിവ്യൂസ് കണ്ട ഒരു മൈക്രോഫോണാണ് കേട്ടോ ഈ ബോയുടേത്. വളരെ ലെങ്തി ആയിട്ടുള്ള കേബിളാണ് ഇതിൻ്റെ ഒപ്പം ഉള്ളത് എന്നത് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. ഇതാണ് മൈക്കായിട്ട് വരുന്നത്. ഇവിടെയാണ് നമ്മൾ വിൻഡ് ഷീൽഡ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ബാറ്ററി ഇട്ട് കൊടുക്കുന്നതിനായിട്ട് ഈ ഒരു പോർഷൻ ഉള്ളത്. ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും ബാറ്ററി ഇടേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഓഫായിട്ട് വെക്കണം. സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുമ്പോൾ, ക്യാമറയിൽ യൂസ് ചെയ്യുമ്പോൾ മാത്രമാണ് ബാറ്ററി ഓൺ ആക്കി വെക്കേണ്ടത്. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് നമ്മുടെ പാക്കേജിൽ ഉണ്ടായിരുന്നത്. ഇനി ബാറ്ററി ഇടുന്ന ഏരിയ ഒന്ന് തുറന്നു നോക്കാം. ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, അവിടെയാണ് നമ്മൾ ബാറ്ററി ഇട്ട് കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ ഇനി ആ വിൻഡ് ഷീൽഡ് ഒന്ന് മൈക്കിലേക്ക് ഇടുന്നത് കൂടി ഒന്ന് കാണിക്കാം. അങ്ങനെ അതിനുശേഷം നമ്മൾ നോക്കേണ്ടത് ആ ക്ലിപ്പ് എങ്ങനെ വെച്ച് കൊടുക്കുക എന്നാണ്. ആ മൈക്കിൻ്റെ തൊട്ട് താഴെ ഒരു ചെറിയൊരു ഏരിയ ഉണ്ട്, അവിടെ നമുക്ക് ആ ക്ലിപ്പ് ഫിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല മെറ്റൽ ക്ലിപ്പാണ് കേട്ടോ. അതേപോലെ അഡാപ്റ്ററും നല്ല രീതിയിലുള്ളൊരു അഡാപ്റ്ററും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടൊരു ചെറിയ അൺബോക്സിങ് വീഡിയോ ആണ് ഇന്നത്തേത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിച്ചേക്കണേ. താങ്ക്